ഹലോ, ഇന്നത്തെ വാത്സല്യം സീരിയൽ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയൽ വളരെ വികാരഭരിതമായ എപ്പിസോഡാണ്. നമ്മുടെ ജയറാമിന്റെ ഹൃദയം പൊട്ടിക്കൊണ്ട് നമ്മുടെ നന്ദിനിയോട് വിവാഹ മംഗളാശംസകൾ പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. അതിനെ തുടർന്ന് നമ്മുടെ നന്ദിനി എടുക്കുന്ന പല തീരുമാനങ്ങളും അതും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. തുറന്ന് കാണുക. ഇന്നലെ നമ്മൾ കണ്ടതാണ് ചെമ്പകമംഗലത്ത് എല്ലാവരും മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുവാണ്. രാജലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ജയറാം എന്ന് പറഞ്ഞൊരു മകൻ ഇല്ല, അവൻ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജഗദീഷ് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ എന്നും ഞങ്ങളുടെ സഹോദരൻ തന്നെയാണ്. ഏട്ടൻ എന്നെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയതും കൊണ്ടു നടന്നതും ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് അങ്ങനെ ആയിരിക്കാം, അത് അമ്മയുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ഏട്ടൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാജലക്ഷ്മി പറയുവാണ്, ഞാൻ നന്ദിനിയെ കുറിച്ചുള്ള കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് പറയുന്നു. അപ്പം നന്ദിനിയെ കുറിച്ചുള്ള കാര്യം അമ്മ പറയുന്നു. അന്നേരം പറയുന്നത്, നന്ദിനി എന്ന മകൾ, ഞാൻ അവളോട് ചെയ്തു പോയ തെറ്റും കാര്യങ്ങളും, എൻ്റെ മകൻ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവൾ അവഗണിക്കപ്പെട്ടതും എന്തുമാത്രം വിഷമങ്ങൾ അനുഭവിച്ചതും പറയുന്നു. ഒരു സ്ത്രീ അവഗണിക്കപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. അവൾ അനാഥാലയത്തിൽ മുഴുവൻ അവളുടെ ബാല്യകാലം അവിടെ സങ്കടപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അവൾക്കുണ്ടായ തീരാ ദുഃഖങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ നന്ദിനി ചോദിക്കുന്നു, അമ്മ എന്തിനാ എന്നെപ്പറ്റി ഇത് പറയുന്നത്? ഞാൻ വളരെ ചെറുതായി പോകുന്ന എനിക്ക് തോന്നുന്നു അമ്മ എന്തിനാ എന്നെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. സംസാരിക്കണം, എനിക്കിപ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ മകൻ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിലുള്ള നീ അനുഭവിച്ച സങ്കടങ്ങൾ, മോളെ നീ എനിക്ക് മാപ്പ് തരണമെന്ന് പറയുന്നു. അമ്മ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ലേ അമ്മയെന്ന് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാജലക്ഷ്മി ആ വെടി അങ്ങ് പൊട്ടിക്കുകയാണ്. എൻ്റെ മകളെ വിവാഹം കഴിച്ചു വിടാൻ പോവുകയാണ്. എല്ലാവരും ഞെട്ടി, എല്ലാവരും പരസ്പരം എല്ലാവരും മുഖത്തോട് മുഖം നോക്കി അന്തമിട്ട് നിൽക്കുകയാണ്. മീനാക്ഷി വളരെ പരിഭ്രമത്തിൽ, നമ്മുടെ ജയറാം എൻ്റെ മുഖത്തേക്ക് നന്ദിനി നോക്കുന്ന ഒരു നോട്ടമുണ്ട്, നിസ്സഹായ ഒരു സ്ത്രീയുടെ നോട്ടം. ആ നോട്ടം തന്നെ അതിൽ തന്നെ എല്ലാം ഉണ്ട്. അങ്ങനെ അവർ പരസ്പരം നോക്കിയിരുന്നപ്പം വിവാഹം കഴിച്ചു വിടുന്നു. അന്നേരം നമ്മുടെ സാവിത്രി ചോദിക്കുന്നു, ഈ പ്രായത്തിലോ? അപ്പം നമ്മുടെ രാജലക്ഷ്മി പറയുന്നുണ്ട്, അവൾക്ക് അതിനു വേണ്ടിയുള്ള പ്രായമൊന്നും ആയിപ്പോയിട്ടില്ല. പിന്നെ അവൾക്ക് 2 മക്കളുണ്ടായിരിക്കും, പക്ഷെ അത് അവൾ പ്രസവിച്ചതല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്ന് നമ്മുടെ സാവിത്രി ആക്കുന്നു. ആക്ഷനൊക്കെ വളരെ ഭയങ്കര ഗംഭീരമാണ് സാവിത്രി. അപ്പം നമ്മുടെ രാജലക്ഷ്മി പറയുന്നു, നീ എങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട എന്ന് പറയുന്നു. അവരുടെ ഒരു മകൾ, ഇവർ പ്രസവിച്ച മകൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ ഏതോ തിരുനെൽവേലിയിൽ നിന്ന് പാണ്ടിലോറി കയറി വന്ന മകളാണെന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം. വരവ് മകളെയാണ് അവർക്ക് ഇപ്പോഴും ഇഷ്ടം എന്ന് സാവിത്രിയുടെ പുച്ഛഭാവത്തിൽ സാവിത്രി പറയുകയാണ്. അപ്പോൾ നമ്മുടെ സാവിത്രി അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവര് പ്രസവിച്ച മകൾ തന്നെയാണ് ഞാൻ, ഇവിടെയുണ്ട്. പക്ഷേ ഇവരുടെ വിചാരം ഞാൻ ഏതോ തിരുനെൽവേലിയിൽ നിന്ന് പാണ്ടിലോറി കയറി വന്ന വിചാരമാണ് ഇവർക്കുള്ളത്. അവർക്ക് ഇപ്പോഴും വരുത്ത മകൾ തന്നെയാണ് അവർക്ക് പ്രധാനം. ഞാൻ എന്ന മകളെ കുറിച്ച് അവർക്ക് ഒരു വിചാരവും ഇല്ല. അങ്ങനെ നമ്മുടെ സാവിത്രി അവരുടെ ഡയലോഗ് അടിക്കുകയാണ്. ഇപ്പൊ ഇത്ര പെട്ടെന്നൊരു കല്യാണം കഴിച്ചു വിടണമെന്ന് തോന്നൽ? അത് 19 വർഷമായി അവളുടെ ജീവിതം ഞാൻ പാഴാക്കി കളഞ്ഞതാണ്. ഇനി എനിക്ക് പാഴാക്കി കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ രാജലക്ഷ്മി പറയാണ്, പുകച്ചു തീർത്ത സിഗരറ്റ് കുറ്റി പെരുവഴിയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ എൻ്റെ നന്ദിനി മോളെ ഇവൻ പെരുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ഈ മഹാഭാവി. പഴയ കാലത്തുള്ള മാടപ്പിമാർക്ക് പെണ്ണിന്റെ ശരീരത്തിനും മനസ്സിനും ഒരു പുല്ല് വിലയും കൽപ്പിക്കാത്ത പോലുള്ള ഈ ദ്രോഹിയുടെ കയ്യിൽ നിന്നും ഒരിക്കലും ഇനി ഏൽപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീയുടെ ശരീരത്തിനും മനസ്സിനും പുല്ല് വിലയാണോ കൽപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ രാജലക്ഷ്മി ചോദിക്കുകയാണ്. ഇത് കേട്ടത് നമ്മുടെ സാവിത്രി ഉണ്ടല്ലോ, ഭയങ്കര ആക്ഷനിലൂടെ ചോദിക്കുന്നു, ആരാണ് ഈ നന്ദിനി എന്ന താരത്തെ കല്യാണം കഴിക്കാൻ വരുന്ന ആ നവവരൻ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ഇത്ര പുച്ഛം? ഭയങ്കര പുച്ഛത്തിലാണല്ലോ നീ സംസാരിക്കുന്നത് കുറെ നേരം കൊണ്ട്. അല്ല, ഞാൻ ചോദിച്ചാണ്, ആരാണ് ഇവരെ കല്യാണം കഴിക്കാൻ വരുന്ന ആ മഹാവരൻ എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോഴത്തേനും നമ്മുടെ മാലതിയും പറയുന്നുണ്ട്, അമ്മേ എനിക്കും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിരിക്കും, അത് പറയാതെ ഈ മീറ്റിംഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കത്തില്ല. നമ്മുടെ നന്ദിനിയെ കല്യാണം കഴിക്കാൻ വരുന്നത് ചെറുക്കനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാരും പരസ്പരം മുഖത്തോട് നോക്കുവാണ് ആരാണെന്നുള്ള കാര്യം. അപ്പൊ മാലതി പറയുന്നുണ്ട്, അത് മനസ്സിലായി ആരാണെന്നുള്ള കാര്യം, പക്ഷെ എനിക്ക് അമ്മയുടെ വായിൽ നിന്ന് തന്നെ അത് അറിയണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
അന്നേരം നമ്മുടെ രാജലക്ഷ്മി അങ്ങനെ വെടി പൊട്ടിക്കുകയാണ്. നന്ദിനിയെ കല്യാണം കഴിക്കുന്ന മറ്റാരുമല്ല, ഗിരീഷ് നമ്പ്യാരാണ് നന്ദിനിയെ കല്യാണം കഴിക്കുന്നത്. അപ്പോഴത്തേനും എല്ലാവരുടെയും മുഖഭാവങ്ങൾ മാറി, ഇടിയും മിന്നലും ഏറ്റ കണക്കായിപ്പോയി എല്ലാവരുടെയും മുഖഭാവങ്ങൾ. അന്നേരത്തിന് നമ്മുടെ നന്ദിനി വളരെ സങ്കടത്തോടെ വിളിക്കും, അമ്മേ എന്ന് വിളിക്കുകയാണ്. നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കും എന്ന് പറയുന്നു. പിന്നെ സങ്കടമാണ്. അതായത് നന്ദിനിയുടെ മുഖത്ത് വളരെ സങ്കടം. മീനാക്ഷി എന്താണ് കരയുന്നു. ACPയുടെ മുഖത്ത് സങ്കടം. ജയറാമിന്റെ മുഖം വളരെ സങ്കടത്തിലാണുള്ളത്. എല്ലാവരുടെയും മുഖഭാവങ്ങൾ അങ്ങനെയാണ്. എന്നിട്ട് അപ്പോഴത്തേനും സാവിത്രി അടിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഡയലോഗ് അടിക്കുവാണ്, ബാല്യകാല സഹിയായ പാടാത്ത പൈങ്കിളിയെ കളിത്തോടിന് തിരികെ കിട്ടി. അങ്ങനെ ഇടക്കുരുവുകൾ അങ്ങ് ഒന്നായി മാറി. ഇങ്ങനെ ഒരു ഡയലോഗാണ് നമ്മുടെ സാവിത്രി അടിക്കുന്നത്. ഭയങ്കര ഡയലോഗാണ് ആ സാവിത്രിയുടേത്. അപ്പോഴത്തേനും എല്ലാവർക്കും സങ്കടം കൊണ്ട് എല്ലാവരും വിഷമത്തിയിരിക്കുവാണ്. കൈമളേട്ടൻ അന്നേരം പറയുന്നുണ്ട്, പക്ഷേ രാജലക്ഷ്മി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ പറയുന്നതും കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ശരിയായ കാര്യമല്ല. നന്ദിനി നമ്മുടെ മകളായിരുന്നാൽ മതിയും തന്നെയാണ് എൻ്റെ താല്പര്യം. അത് മാത്രമല്ല, ജയറാമിനെ നീ അവന്റെ മകളുടെയും മരുമകളുടെയും മുമ്പിൽ വെച്ച് അവന്റെ ഹൃദയം കീറി മുറിക്കുന്ന കണക്കുള്ള സംസാരങ്ങളാണ് നീ സംസാരിക്കുന്നത്. നീ ഒന്നി അവനെ സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹിക്കേണ്ട, അവനെ ഇങ്ങനെ ആക്ഷേപിക്കാതിരിക്കാൻ പറഞ്ഞിട്ട് കൈമളേട്ടൻ എന്താണ് അവിടുന്ന് ഒന്ന് എണ്ണീറ്റ് പോവാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേനും എന്താണ് കൈമളായിട്ട് എണ്ണിട്ട് പോയി. ഇത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞോണ്ട് ജഗദീഷും എണ്ണിട്ട് പോവുകയാണ്. ഇത് കണ്ട് നമ്മുടെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ എന്തേ പോകുന്നത്? നിനക്കൊന്നും അഭിപ്രായം പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ അമ്മ ഇതിൽ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായവും പറയാനില്ല. പണ്ട് അച്ഛനും അമ്മയും ഏട്ടത്തിയും എല്ലാം എനിക്ക് പണ്ട് രാമകഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെറും കഥകളല്ല, ശ്രീരാമ കഥകളാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷെ അതിൽ സീതയെ വേർപെട്ട രാമനെ ലക്ഷ്മണൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാനും എന്ന് പറഞ്ഞ് ജഗദീഷ് അകത്തോട്ട് കയറി പോവുകയാണ്. ഇത് കേട്ട പാടെ നമ്മുടെ നന്ദിനിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയി. നമ്മുടെ ജയറാം അപ്പൊ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അമ്മയും എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെ അമ്മയും ഞാനും തമ്മിൽ ഒരുപാട് അകന്നുപോയി. അമ്മയ്ക്ക് ഇനി എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ 1000 വട്ടം മാപ്പ് പറഞ്ഞാലും അമ്മ എന്നോട് ക്ഷമിക്കുകയുമില്ല. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ ഹൃദയം കുത്തി നീർന്ന പോലുള്ള സംസാരങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞ് ജയറാമും അങ്ങ് പോവുകയാണ്. അപ്പം മീനാക്ഷി വിളിക്കുന്നുണ്ട്, അച്ഛാ. പക്ഷെ പെട്ടെന്ന് തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് ജയറാമും അവിടുന്ന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ സാവിത്രി 2 കൈയും കൂടെ അടിച്ചിട്ട് അഹഹഹ, എന്തായാലും ഇവളിവിടുന്ന് പോവുമല്ലയോ? കാരണം ഇവള് നമ്മുടെ ജയറാമിന്റെ ഭാര്യയായി നിന്നാലല്ലേ ഇവിടെ കാണത്തുള്ളൂ. ഇവള് ഗിരീഷിന്റെ ഭാര്യയല്ലേ, അപ്പൊ ഇവളെ ഇവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് ഈ മാരണം അങ്ങ് പൊയ്ക്കോളൂ എന്ന് നമ്മുടെ സാവിത്രി കൈയടിച്ച് വളരെ ആഹ്ലാദത്തോട് പറയുമ്പോഴത്തേന് രാമേട്ടനത് ഇഷ്ടമായില്ല. രാമേട്ടൻ ചോദിക്കുന്നു, നിന്റെ മനസ്സ് ശരിയല്ല, കുഷ്ഠരോഗികളുടെ മനസ്സാണ്, നിന്നെ അവിടെ കൊണ്ടുപോയി ചികിത്സിക്കണം. എന്തൊരു അമ്മേട്ടാ ഈ പറയുന്നേന്ന് നമ്മുടെ സാവിത്രി ചോദിക്കുന്നു. അപ്പൊ തന്നെ മാലതി പറയുന്നുണ്ട്, മാലതിയോട് ചോദിക്കുന്നുണ്ട് സാവിത്രി, എന്തേ അവള് പോന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം നിനക്ക്? അവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കുഷ്ണിപ്പണിയൊക്കെ ആര് ചെയ്യും എന്ന് നമ്മുടെ മാലതി ചോദിക്കുന്നുണ്ട്. ഓ, അതാണോ നിനക്കിപ്പൊ ഇത്ര വലിയ കാര്യമെന്ന് നമ്മുടെ സാവിത്രി ചോദിക്കുന്നു. ഈ സമയം നമ്മുടെ നന്ദിനി കയറിപ്പോയി. അതിനുശേഷം ജയറാം പോയി. പിന്നെ ആ സമയത്ത് രാജലക്ഷ്മി അകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞു. മീനാക്ഷിയും പോയി. പിന്നെ കാണിക്കുന്നത് മീനാക്ഷി കുട്ടി അങ്ങനെ സങ്കടപ്പെട്ട് റൂമിൽ നിൽക്കുവാണ്. നമ്മുടെ ACP അകത്തോട്ട് കയറി വരുന്നു. ACP ചോദിക്കുന്നുണ്ട്, എന്തേ മീനാക്ഷി സങ്കടപ്പെട്ട് നിൽക്കുന്നേ? എന്റെ സങ്കടം എന്താണെന്ന് ACPക്ക് അറിയത്തില്ലേ? അമ്മയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷി? മുത്തശ്ശി പറഞ്ഞാൽ പിന്നെ എതിർവാക്കില്ല. വല്യമ്മാവൻ ചെയ്ത ഒരു തെറ്റിന്റെ ഫലമല്ലേ അത്. ഏതൊരു വലിയ തെറ്റിന്റെ പിന്നിലും ഒരു ശരിയുണ്ടാവുമെന്ന് മീനാക്ഷി എടുത്ത വായിൽ പറഞ്ഞു. അതെന്ത് ശരിയാണ് മീനാക്ഷി? അതാണ് ഈ നിൽക്കുന്ന ഞാനെന്ന് മീനാക്ഷി കുട്ടി പറയുന്നു. അപ്പോഴത്തേന് ACPയുടെ മോഹമെല്ലാം ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പം മീനാക്ഷിക്ക് അറിയാം മീനാക്ഷി ഒരു തെറ്റ് തന്നെയാണെന്ന്. പോയി ACP, പിന്നെ എന്തിനാണ് തെറ്റാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോയെന്ന് മീനാക്ഷി വളരെ സങ്കടപ്പെട്ട് പറയുന്നു. എന്റെ കാന്താരി മുളകെ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അങ്ങനെ പറയുമ്പോൾ നിന്റെ മുഖത്തിന്റെ ആ ഒരു ചന്തം കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നു. പിന്നെ വേണ്ട, എന്നോട് അങ്ങനെ സംസാരിക്കണം. പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അത് എല്ലാവർക്കും ഒരു അബദ്ധം പറ്റുമല്ലോ, ആ അബദ്ധമാണ് എനിക്കും പറ്റിയെന്ന് പറയുന്നു. വീണ്ടും മീനാക്ഷി എന്താണ് സങ്കടത്തോടെ പറയുവാണ്, വേണ്ട എന്നോട് മിണ്ടണ്ട, അബദ്ധം പറ്റി എന്നെ കല്യാണം കഴിച്ചില്ലെന്ന് മീനാക്ഷി ചോദിക്കുവാണ്. അപ്പോഴത്തേന് എന്റെ കുണ്ടുമുളകേ, എന്റെ തക്കിടുവാവേ, എന്റെ കുഞ്ഞുവാവേ, എന്റെ കുട്ടനോ
അയ്യേ, ഈ ACPക്ക് റൊമാൻസ് വന്നാൽ ഇങ്ങനെയുള്ള കൂറ വാക്കല്ലാതെ മറ്റൊന്നും പറയാൻ അറിയത്തില്ല. കുട്ടൻ, തക്കിട് വാവ, കുഞ്ഞു വാവ, എനിക്കിതൊന്നും ഇഷ്ടമല്ല പറയുന്നത്. പോ ACP, ഇതെന്ത് ഇങ്ങനെ പറയുന്നേ എന്ന് പറയുന്നു. അപ്പോഴത്തേന് ACP അടുത്തോട്ട് വരുന്നു. ACP എന്നിട്ട് പറയുന്നു, മോളെ ഞാൻ വെറുതെ പറഞ്ഞല്ലേന്ന്. ACP എന്താണ് മീനാക്ഷി ചേർത്ത് നിർത്തി നെറ്റിയിൽ ഉമ്മ വയ്ക്കാൻ പോകുന്ന സമയത്ത് കുഞ്ഞവിടെ ഉണന്ന് ചിരിയും കളിയുമായി. അപ്പോഴത്തേനും എന്താണ് വൈകമോള് ഉണന്നെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് എന്താണ് കുഞ്ഞിന്റെ അടുത്തോട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയറാം മുറ്റത്ത് അങ്ങനെ നിൽക്കുവാണ്. വളരെ സങ്കടത്തോടു കൂടി മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നന്ദിനി ഇറങ്ങിച്ചെന്ന് പറയുന്നു, ജയേട്ടാ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ നന്ദിനി എന്താണ് അകത്തോട്ട് കയറി പോകാൻ നേരത്ത് വിളിക്കുന്നുണ്ട്, നന്ദിനി വിവാഹ ആശംസകൾ എന്ന് പറയുന്നു. അപ്പോഴത്തേനും എന്താണ് നന്ദിനിക്ക് വളരെ സങ്കടമായി. കാരണം കല്യാണം കഴിച്ച് ഇന്ന് വരെ ആയിട്ടും ദേവി എന്നല്ലാതെ ഒരു വാക്ക് വിളിക്കാത്ത വ്യക്തി ഇന്ന് നന്ദിനി എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പം നന്ദിനി വളരെ സങ്കടത്തോടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എന്താ വിളിച്ചത് നന്ദിനി എന്നോ? അത് ഇനി മുതൽ നന്ദിനി മറ്റൊരാളുടെ ഭാര്യയാവാൻ പോവുകയല്ലേ, അപ്പം മറ്റൊരാളുടെ ഭാര്യയാകുന്നവരെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തിൽ നിൽക്കുന്നു. ഇനി എൻ്റെ കൺമുമ്പിലോട്ട് എന്ത് ചെയ്യരുത്, നന്ദിനി വരാൻ പാടില്ല, എനിക്കിത് സഹിക്കാൻ പറ്റുകയില്ല, കല്യാണത്തിന് ഞാൻ വരികയില്ല, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്നു. അപ്പോഴത്തേന് നന്ദിനി പറയുന്നു, നിങ്ങൾ എന്നെ മനസ്സിലാക്കി, നിങ്ങളൊരു 100 ജന്മം എടുത്താലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ജയേട്ട, അതങ്ങനെയാണെന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് കയറി അകത്തോട്ട് അങ്ങ് പോവുകയാണ് ചെയ്യും. പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെ പ്രഭാതമാണ്. കൈമളേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നത്. നമ്മുടെ നന്ദിനിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല കണ്ടില്ല, ഇന്ന് കോഫി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എന്താണ് രാമേട്ടനും അങ്ങോട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്തേ അമ്മ അന്വേഷിക്കുന്നത്, നമ്മുടെ നന്ദിനി ഇന്ന് കണ്ടില്ല. അത് നമ്മുടെ മാലതിയെടുത്ത് ചോദിച്ചാൽ പോരെ, അടുക്കളയിൽ അസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചാൽ പോരെ. അപ്പോഴാണ് മാലതി ചായയും കൊണ്ടുവരുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അപ്പം ജഗദീഷൻ ചോദിക്കുന്നുണ്ട്, നന്ദിനിയേട്ടത്തി എവിടെയും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. എന്തിനാ നന്ദിനിയേട്ടിയുടെ ഫോണിലോട്ട് വിളിച്ചാൽ പോരെ, എവിടെ ആണെന്നുള്ള കാര്യം അറിയാമല്ലോ. അങ്ങനെ ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിക്കുമ്പോൾ എന്താണ് ഫോൺ റിങ് ചെയ്യുന്നത് അകത്താണ് റിങ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മയുടെ ഫോൺ റൂമിലുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയപ്പോൾ അതിശയിച്ചു പോയിട്ട് അമ്മയെ മുത്തശ്ശീന്ന് വിളിക്കുന്നു. കാരണം എല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ ബാഗെല്ലാം അടുക്കി പറക്കി ബെഡിൽ വെച്ചിരിക്കുന്നു. പക്ഷെ നന്ദിനിയെ കാണാനില്ല. എൻ്റെ മോൾ എവിടെ പോയി കാണുമെന്ന് രാജലക്ഷ്മിക്ക് വളരെ പരിഭ്രമം. എവിടെ പോയി കാണും, എവിടെ പോയി കാണുമെന്ന്. അപ്പോഴത്തേനും എന്താണ് മാലതിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് പുറത്ത് നിൽക്കുന്ന ജഗദീഷിനെ എല്ലാവരെയും അറിയിപ്പിക്കാൻ വേണ്ടി നന്ദിനി പോയി എന്ന് പറയുന്നു. ഉറക്കെ വിളിച്ച് ഭയങ്കര സന്തോഷത്തിൽ പറയുകയാണ്. അപ്പൊ സാവത്രി പറയുവാണ്, ലൈസൻസ് കിട്ടിയല്ലേ, ചിലപ്പോൾ രാവിലെ തന്നെ അവൻ്റെ കൂടെ എവിടെയെങ്കിലും ചുറ്റാൻ പോയി കാണുമായിരിക്കും എന്ന് പറയുന്നു. ഇത്രയും ദുഷ്ടത്തരം പറയല്ലേ നിന്റെ നാവ് ഇത്രയും ദുഷ്ടത്തരം പറയുന്നതാണ്, പിന്നെ ഈ വെളുപ്പാങ്കാലത്തല്ലേ ചുറ്റാൻ പോകുന്നതെന്ന് രാമേട്ടൻ പറയുന്നു. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നു, ഓട്ടോറിക്ഷ വന്നിരിക്കുന്നു. അതിൽ നിന്ന് നന്ദിനി ഇറങ്ങുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നെയാണ്. അപ്പം മോളെവിടെ പോയിരുന്നു, മോളെവിടെ എല്ലാം നോക്കി കണ്ടില്ല, ഞാൻ അമ്പലത്തിൽ വരെ പോയതാ അമ്മേ. എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്, പറമോളെ. അത് ഞാൻ പണ്ട് താമസിച്ചിരുന്ന അനാഥാലയത്തിലേക്ക് ഞാൻ പോവുകയാണ് അമ്മേ എന്ന് പറയുന്നു. അപ്പോഴത്തേനും എല്ലാവർക്കും മോളെ എന്ന് രാജലക്ഷ്മിയെ വിളിക്കുന്നു. അതാണ് അമ്മേ നല്ലത്, ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്, ഞാൻ പഴയ സന്യാസി മഠത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് പറയുന്നു. എല്ലാവരും വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.